ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുന്നു. 14-ാം അധ്യായത്തിൽ സഹോദരപുത്രനായ ലോത്തിനെ യുദ്ധം ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നവനായ അബ്രാഹാമിനെ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ മൽക്കീസദേക്ക് എതിരേറ്റ് ചെല്ലുകയും വീഞ്ഞുകൾ വെച്ച് അബ്രാഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടു. ഈ മൽക്കീസദേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാകുന്ന മഹാപുരോഹിതൻ്റെ പഴയ നിയമത്തിലെ ഒരു നിഴലായി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവ് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഈ ഭൂമിയിൽ വന്ന നിത്യപുരോഹിതനാണ്. മൽക്കീസദേക്ക് അബ്രാഹാമിനെ അനുഗ്രഹിച്ചത് അപ്പവും വീഞ്ഞും വെച്ചാണെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ യേശുക്രിസ്തു വീഞ്ഞുകൾ വെച്ച് വിശുദ്ധ കുർബാന മർക്കോസിൻ്റെ മാളികയിൽ നടത്തുന്നതിൻ്റെ പഴയ നിയമത്തിലെ ഒരു നിഴലായി നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നത് വീഞ്ഞുകളായ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ, അതിലുള്ള പങ്കാളിത്തത്തിലൂടെ, അതിൻ്റെ അനുഭവത്തിലൂടെയാണ്. അതിൻ്റെ നിഴലായി പഴയ നിയമത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മൽക്കീസദേക്കിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനായ അബ്രാമിനെ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തവും ദൈവവുമായി ചെയ്യുന്ന ഉടമ്പടിയുമാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അബ്രാമിന് ദൈവം ഒരു ദർശനത്തിൽ അവിടെ വെളിപ്പെടുന്നു. അബ്രാമിനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. പരിചയ എന്നുള്ളത് സുരക്ഷിതത്വത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഞാൻ നിനക്കൊരു പരിചയമാണ്. കാരണം വീഞ്ഞുകളാൽ മൽക്കീസദേക്ക് എന്ന മഹാപുരോഹിതനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അബ്രാഹാം. അബ്രാഹാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ സംരക്ഷിക്കുമെന്ന വാഗ്ദത്തം ഇവിടെ നൽകുകയാണ്. ഇനിയും അബ്രാഹാം ഇവിടെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് നീ നൽകുന്നത്? അബ്രാഹാമിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും എല്ലാം അവനൊരു സന്താനം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നല്ലോ. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം സന്താനമില്ലാതെ ഒരുവൻ മരിക്കേണ്ടി വന്നാൽ അവൻ ശാപഗ്രസ്തനാണെന്ന രീതിയിൽ അന്നത്തെ സമൂഹം അവരെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇനി എൻ്റെ മരണശേഷം എൻ്റെ സകല സമ്പത്തിനും അവകാശിയാകാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ ദാസനായ ദമസ്കോസുകാരൻ എലിയാസാറാണ്. അല്ലാതെ എനിക്കൊരു മക്കളെ നീ ഇതുവരെ തന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ് അബ്രാഹാമിൻ്റെ ചോദ്യം. അപ്പോൾ ആ ദർശനത്തിൽ യഹോവയായ ദൈവം അബ്രാഹാമിനോട് പറയുന്നു, നിന്റെ ദാസരാരും ഇതിന് അവകാശിയായിരിക്കില്ല, നിനക്ക് ഞാൻ മക്കളെ തരും. അത് നിന്റെ മകൻ തന്നെയായിരിക്കും നിന്റെ സകല സ്വത്തിനും അവകാശിയായിട്ട് വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാനോ നിനക്ക് സാധിക്കുമോ? അതുപോലെ നിന്റെ സന്താന പരമ്പരകൾ നിനക്ക് ഉണ്ടാകും. ഇതിനു മുൻപ് നിനക്ക് പൂഴിയെ എണ്ണാൻ പറ്റുമെങ്കിൽ എന്നുള്ള അനുഗ്രഹവും ഇതിനു മുമ്പ് കൊടുത്തതായി, വാഗ്ദത്തം കൊടുത്തതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പറയുന്നത്, ദൈവം പറഞ്ഞതായ ആ വാക്കിൽ അബ്രാഹാം പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി ആ മനുഷ്യൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, നമുക്കറിയാം, എബ്രായ ഭാഷയിൽ അമാൻ എന്ന വാക്കാണ് അപ്രകാരം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ആമേൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നതിനോട് ആമേൻ പറയാൻ നമുക്ക് സാധിക്കണം. അത് സംഭവിക്കുന്നതിന് മുൻപ് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. അതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസം നമുക്കിന്നുണ്ടാകുന്നത് കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് റോമാലേഖനം 10:17 പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
നമുക്കിന്ന് ദൈവത്തെ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കാനും പറ്റുന്നത് ദൈവവചനത്തിലൂടെയാണ്, ആരാധനകളിലൂടെയാണ്. അവിടെയാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയെന്ന് പറയുന്നത്. പൗലോസ്ലീഹ പറഞ്ഞ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നുവെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ വിശ്വാസം ആരംഭിക്കുന്നത് ദൈവികമായ വാഗ്ദാനങ്ങളിലാണ്, അല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളിലല്ല. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നതെങ്കിൽ, നമുക്കല്ലെങ്കിൽ ഭൗതികമായതിന് പ്രതിയാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ബാബേലിൻ്റെ അനുഭവമാണ്. എന്നാൽ യെരുശലേമിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെയാവുകയില്ല. ദൈവഹിതം എന്താണോ അപ്രകാരം എന്നിൽ സംഭവിക്കട്ടെ എന്നുള്ള സമർപ്പണമാണ് യെരുശലേമിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് യഹോവയുടെ വാഗ്ദത്തം ഉടമ്പടിയാൽ ഇവിടെ മുദ്രയിടപ്പെടുകയാണ്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഇസ്രായേൽ എന്ന സമൂഹത്തിൻ്റെ ആരംഭം അത് അബ്രാമിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന സൃഷ്ടികർമ്മങ്ങളിലൂടെ നടക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി അബ്രാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം മൂലമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പം ദൈവജനത്തെക്കുറിച്ചുള്ള ഈ ഉറപ്പ് തീർച്ചയായും അന്വർത്ഥമാകത്തക്ക വിധം അസംഖ്യ മക്കളെ ദൈവം ഇവിടെ അബ്രാമിന് വാഗ്ദത്തം ചെയ്യുകയാണ്. ആ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തോടുള്ള അബ്രാമിൻ്റെ പ്രതികരണമായിരുന്നു അവൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് നമുക്ക് രക്ഷ സാധ്യമാകുന്നത് ദൈവത്തിൻ്റെ കൃപയോടുള്ള മനുഷ്യൻ്റെ വിശ്വാസമാണെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ചരിത്ര സംഭവങ്ങളിലെ ദൈവികമായ പ്രവർത്തനങ്ങളിലും അവിടുത്തെ വാഗ്ദത്തങ്ങളിലും ഉറച്ചു നിൽക്കുന്ന മനോഭാവമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അബ്രഹാം അങ്ങനെ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടുവെന്ന് നമ്മളിവിടെ വായിക്കുന്നു. കാണുന്നതിന് മുൻപ് അങ്ങനെ സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അതാണ് നമ്മുടെ കർത്താവ് നേരത്തെ പറഞ്ഞതുപോലെ ശിശുതുല്യമായ വിശ്വാസം അത് തന്നെയാണല്ലോ. അപ്പം അബ്രാമിൻ്റെ ആ വംശജരുടെ ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചുള്ള അവകാശവാദം ഉറപ്പിക്കുന്ന ഉടമ്പടി ബന്ധത്തിൻ്റെ വാർത്തയായിട്ടാണ് ഈ വേദഭാഗം വേദപണ്ഡിതന്മാർ കാണുന്നത്. ഇനി ഈ ഉടമ്പടിയുടെ രൂപം അവിടെ ഉടമ്പടി ചെയ്യുന്ന യഹോവയായ ദൈവം അബ്രാമിനോട് പറയുന്നു, നീ മൃഗങ്ങളെ കൊണ്ടുവരുവാനും അതിനെ പിളർന്നു വയ്ക്കുവാനും പക്ഷികളെ പിളർന്നു വയ്ക്കുവാനും ഒക്കെ ഇവിടെ ആവശ്യപ്പെടുന്നൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ആ കാലത്തുണ്ടായിരുന്ന ഒരു ഉടമ്പടിയുടെ രൂപമായിരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് അക്കാലത്ത് ചെയ്തു വന്നിരുന്നത്. അങ്ങനെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ കർമ്മത്തിലൂടെ യഹോവയായ ദൈവം അബ്രാമുമായി ഒരു ഉടമ്പടി ഇവിടെ ഏർപ്പെടുകയാണ്. ഇത് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ഉടമ്പടിയെക്കുറിച്ച് ഇപ്രകാരമുള്ള ഒരു ഉടമ്പടിയെക്കുറിച്ചുള്ള സൂചന പിന്നെ നമ്മൾ കാണുന്നത് യിരെമ്യാ പ്രവചനത്തിൽ ആണ്. യിരെമ്യാ പ്രവചനത്തിൻ്റെ അതിൻ്റെ 34-18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കാളക്കുട്ടിയെ പുലർന്ന് ആ പുലർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെ ആക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ഞാൻ അവരെ കീറിമുറിക്കും എന്നുള്ളതായ ഒരു പ്രവചനം യിരെമ്യാ പ്രവചനത്തിൽ പിന്നീട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അല്ലാതെ ഇപ്രകാരമുള്ള ഇതിൻ്റെ സൂചന വേറെങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല. അപ്പം അതിനുശേഷം ഏകദേശം നമുക്കറിയാം 400 വർഷത്തോളം ഇസ്രായേൽ ജനം അടിമത്തത്തിൽ പോവുകയും
മിസ്രൈമ അടിമത്തത്തിലായിരിക്കുകയും അതിനുശേഷം യഹോവയായ ദൈവം കൽപ്പിച്ച പ്രകാരം അവരുടെ വിടുതൽ അവിടെ സംഭവിക്കുകയും മോശ മുഖാന്തരം അവർ പിന്നീട് മിസ്രൈമിലേക്ക് കനാനിലേക്ക് കടന്നു വരുന്ന സംഭവവും ഇനി പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. അപ്പം അബ്രാമിൻ്റെ വംശത്തിലുള്ളവർ മോശയ്ക്കും മോശയുടെ നേതൃത്വത്തിൽ അത് നടന്നതായ ആ പുറപ്പാടിനും വളരെ മുമ്പ് തന്നെ അബ്രാമിൻ്റെ ദൈവവുമായൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് ഈ വാക്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ദൈവം അവർക്കൊരു ദേശം വാഗ്ദാനം ചെയ്യുകയും അന്നത്തെ പുരാതന മനുഷ്യർക്ക് അന്ന് നിലവിലിരുന്നതായ ഒരു കർമ്മങ്ങളിലൂടെ അത് അവർക്ക് ഉറപ്പാക്കി കൊടുക്കുകയും ചെയ്തു. നമ്മൾ വായിക്കുന്നു, അതിനുശേഷം സന്ധ്യ വരെ അബ്രാം അതിനുവേണ്ടി കാത്തിരുന്നു. സന്ധ്യയായപ്പോൾ അബ്രാമിന് ഒരു ഗാഢനിദ്ര വന്നു. കാരണം ദൈവത്തെയും ദൈവികമായ പ്രവർത്തനങ്ങളെയും മാനുഷികമായ രീതിയിൽ ഉൾക്കൊള്ളുവാനോ അതിനോട് പ്രതികരിക്കുവാനോ പലപ്പോഴും മനുഷ്യന് സാധിച്ചെന്ന് വരില്ല. അപ്പം അങ്ങനെ ആ ദൈവികമായ ദർശനമുണ്ടാകുമ്പോൾ പലപ്പോഴും മനുഷ്യർ അസ്തപ്രജ്ഞരായിട്ട് മാറാറുണ്ട്. പല ഭാരതീയ ക്രിസ്തീയ വിശുദ്ധന്മാർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി വായിച്ചിട്ടുണ്ട്. സാധു സുന്ദർ സിംഗിനും ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനായിരുന്ന അതിൽ ശ്രേഷ്ഠനായിരുന്ന ഭാരതീയനായിരുന്ന അപ്പസ്വാമിയുടെ പിതാവിനൊക്കെ ഇപ്രകാരമുള്ള ദർശനം ലഭിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹായ്ക്കും സ്വർഗീയമായ ദർശനമുണ്ടാവുകയും മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യം പൗലോസ്ലീഹായും അത് പറയുന്നുണ്ടല്ലോ. അപ്രകാരമുള്ള ഒരു ദർശനം, ഒരു അനുഭവമാണ് ഒരു ഗാഢനിദ്ര ഇവിടെ ഉണ്ടാകുമ്പോൾ അബ്രാമിനിവിടെ ഇത് സംഭവിക്കുക. അപ്പോൾ അത് നമ്മൾ 17-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി ജ്വലിക്കുന്ന ഒരു തീനാളം പുലർന്നിട്ടിരിക്കുന്ന കഷണങ്ങളുടെ നടുവിലൂടെ ഇത് കടന്നുപോയി. അന്ന് യഹോവയായ ദൈവം അബ്രാമിനോടൊരു ഉടമ്പടി ചെയ്യുകയാണ്. ഇവിടെ തീച്ചൂള പിതാവായ ദൈവമായും കടന്നുപോയ ആ തീനാളം യേശുതമ്പുരാനായി നമുക്ക് കാണാവുന്നതാണ്. കാരണം ദൈവം അഗ്നിയാണ്. മോശയ്ക്കും ദൈവം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഇത് മരുഭൂമിയിൽ അഗ്നിയുടെ നടുവിലാണല്ലോ. അപ്പം ആ ഒരു അനുഭവം അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അബ്രാമിനിവിടെ ഉണ്ടാവുകയാണ്. അപ്പം ആ ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിൽ അബ്രാം അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അബ്രാമിൻ്റെ ശ്രേഷ്ഠത. നമ്മളും ദൈവത്തിലും ദൈവികമായ വചനങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ദൈവം ചെയ്ത വാഗ്ദത്തം പ്രാപിക്കുമെന്നുള്ള ആ വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അപ്രകാരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.